കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കോ? നമ്മൾ ഇന്നലെ ഇപ്പൊ പറഞ്ഞു നിർത്തിയത് 10 mm ബാർസിന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ 8.7 കിൻഡൽ എന്നാണ് നമുക്ക് കിട്ടിയത് ഇന്നലെ. 10 ബാർസിന്റെ ടോട്ടൽ വാല്യൂ, ടോട്ടൽ വെയിറ്റ് 8.6 കിൻഡൽ 10 mm ഡയ ബാർസിന്റെ. ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് 16 mm ഡയ ബാർസ് മാത്രമേ ഉള്ളൂ. അത് കൊടുത്തിരിക്കുന്നത് എവിടേക്കാണ്? ടോയിലെ മെയിൻ ബാറും ടോയിലെ ഹീലിലെ മെയിൻ ബാർസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, 16 mm ഡയ ബാർസ്. അപ്പം ഇതിന്റെ എസ്റ്റിമേഷൻ കൂടി കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ബാർസിന്റെ എസ്റ്റിമേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോബ്ലം ഏതാണ്ട് കഴിയും. പിന്നെ ഒരു അബ്സ്ട്രാക്റ്റും കൂടെ തയ്യാറാക്കാം. നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ആദ്യം ചെയ്തത് RCC വർക്കാണ്. RCC വർക്ക് എവിടേക്ക് വന്ന്? ബേസ് ലാബിലും പിന്നെ സ്റ്റെമ്മിലാണ് RCC വർക്ക് ചെയ്തത്. അത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അതിന് പിന്നെയാണ് നമ്മൾ സ്റ്റീലിന്റെ കാൽക്കുലേഷൻസ് തുടങ്ങിയത്. സ്റ്റീലിന്റെ കാൽക്കുലേഷൻസിൽ ഫസ്റ്റ് എടുത്ത് 22 mm ഡയ ബാർസ് ആണ്. അത് എവിടെയാണുള്ളത്? അത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം റൈറ്റ് സൈഡിലാണ്. നമ്മുടെ സ്റ്റെമ്മിന്റെ റൈറ്റ് സൈഡിലെ മെയിൻ ബാർസ്, അതായത് വെർട്ടിക്കൽ ബാർസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് 3 ടൈപ്പ് ഉണ്ട്, 3 ലെങ്ത് ഉണ്ട് ഈ 22 mm ബാർസ്. ഫുൾ ഹൈറ്റിൽ, അതായത് ഏകദേശം 6 ഫുൾ ഹൈറ്റിൽ ഒരു ബാർ ഉണ്ട്. പിന്നെ 3.6 ഹൈറ്റിൽ കട്ട് ചെയ്യാവുന്ന വേറെ ബാർസ് ഉണ്ട്. പിന്നെ 1.8 മീറ്റർ കട്ട് ചെയ്യാവുന്ന വേറെ ബാർസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഈ മുകളിലെ ഹുക്കും താഴത്തെ ഈ ഹുക്കും പിന്നെ നമ്മൾ സ്റ്റെമ്മിന്റെ ഹൈറ്റ്, അതിന്റെ കൂടെ ഈ ബെൻഡ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തതിന്റെ മെത്തേഡാണ് എന്ത് ചെയ്തിരിക്കുന്നത്. 6 + 0.5 എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിന്റെ ഹൈറ്റ് പ്ലസ് ബേസ് ലാബിന്റെ ഹൈറ്റ്. അതിനകത്ത് നമ്മൾ മുകളിലത്തെ താഴത്തെ കവറുകൾ കുറച്ചു, പിന്നെ ആ ബെൻഡ് ആഡ് ചെയ്തു, 75 സെന്റിമീറ്റർ ബെൻഡ് ആഡ് ചെയ്തു, 2 ഹുക്ക് 2 സൈഡിലുള്ള. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് 22 mm ഡയ ബാർസ് കണ്ടുപിടിച്ചു. 3 ലെങ്ത്തിലുള്ള 22 mm ഡയ ബാർസ് കണ്ടുപിടിച്ചു. അതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് നോക്കി. യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 2.98 kg/m ആണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാല്യൂസ് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എക്സാം ഹോളിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. വെയിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ എടുക്കുക, ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ നമുക്ക് യൂണിറ്റ് ലെങ്ത് മീറ്റർ ആണെങ്കിൽ ഏരിയ ഡയമീറ്റർ എടുക്കുമ്പോൾ ഡയമീറ്റർ മീറ്ററിൽ എടുത്ത് ചെയ്യുക. എന്നിട്ട് 1 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വോളിയം കിട്ടും. ആ 1 മീറ്റർ 1 മീറ്റർ ക്യൂബ് എത്ര മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. 1 മീറ്റർ ക്യൂബിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്റ്റീലിന്റെ 7850 kg ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഈ കിട്ടിയ 1 മീറ്ററിൽ എന്താണോ വോളിയം, ആ വോളിയം കൊണ്ട് ഈ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 മീറ്ററിലുള്ള യൂണിറ്റ് വെയിറ്റ് കിട്ടും. അങ്ങനെയാണ് 2.98 kg/m. 1 മീറ്റർ 22 mm ഡയ ബാർ എടുക്കുമ്പോൾ അത് വെയ് ചെയ്യുമ്പോൾ 2.98 kg വരും. അങ്ങനെ നമ്മൾ ടോട്ടൽ വെയിറ്റ് കിട്ടും. അത് വെയിറ്റ് എപ്പോഴും നമ്മൾ കിൻഡലിലാണ് എക്സ്പ്രസ് ചെയ്യാം. കാര്യം റേറ്റ് വരുന്നത് കിൻഡലിലാണ്. ചില സ്ഥലങ്ങളിൽ മീറ്ററിലും പറയും, പക്ഷെ നമുക്ക് ഇവിടെ ഓരോ ബാർസും സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിൻഡലിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പോയത് 14 mm ഡയ ബാർസിലേക്കാണ്. 14 mm ഡയ ബാർസ് എവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്? നമ്മളുടെ സ്റ്റെമ്മിന്റെ ലെഫ്റ്റ് സൈഡിലെ മെയിൻ ബാറും പിന്നെ റൈറ്റ് സൈഡിലെ ഡിസ്ട്രിബ്യൂഷൻ ബാർസും ആയിട്ടാണ് 14 mm കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ വോളിയം നമുക്ക് കിട്ടി. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പിന്നെയും പറയുന്നില്ല, നിങ്ങൾക്കത് റെഫർ ചെയ്താൽ കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ 18.5 കിൻഡൽ കിട്ടി 14 mm ഡയ ബാർസ്. പിന്നെ നമ്മൾ പോയത് 10 mm ഡയ ബാർസിലേക്കാണ്. 10 mm ഡയ ബാർസ് എവിടെയൊക്കെ ഉള്ളത്? 10 mm ഡയ ബാർസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സ്റ്റെമ്മിന്റെ ലെഫ്റ്റ് സൈഡിലെ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് എല്ലാം 10 mm ഡയ ബാർസ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ടോയിലെയും ഹീലിലെയും ഡിസ്ട്രിബ്യൂഷൻ ബാർസ് 10 mm ആണ്. അപ്പം ഈ 3 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നേരത്തെ നമുക്ക് 14 mm ബാർസിന്റെ യൂണിറ്റ് വെയിറ്റ് കിട്ടിയല്ലോ, 1.21 kg/m ആണ് നമുക്ക് 14 mm ബാർസിന്റെ യൂണിറ്റ് വെയിറ്റ് കിട്ടിയത്. അപ്പോൾ ഓരോ ഡയമീറ്റർ കുറയുന്നതനുസരിച്ചും നല്ല രീതിയിൽ അതിന്റെ യൂണിറ്റ് വെയിറ്റ് കുറയും. 1 മീറ്ററിലെ അതിന്റെ വെയിറ്റ് കുറയും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരേ വാല്യൂ എടുക്കരുത്. പിന്നെ അതേപോലെ 10 mm ബാർ ടോട്ടൽ ലെങ്ത് കിട്ടി. 10 mm ബാറിന്റെ ഒരു വെയിറ്റ് പെർ മീറ്ററിൽ എത്രയാണ്? 0.6 kg വരുന്നുള്ളൂ. അപ്പം 14 mm ബാറിൽ 1.2 വരുന്നുണ്ട്. അതിന്റെ ഹാഫേ വരുന്നുള്ളൂ എന്തില്? അത് 10 mm ബാർ ആകുമ്പോൾ. അപ്പൊ അത് അങ്ങനെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 8.6 കിൻഡലിന് എത്തി. അപ്പോൾ നമ്മൾ ഇതുവരെ 10 mm
ബാർ വരെയുള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 16 mm ബാർസ് ഉണ്ട്. 16 mm ബാർസ് എവിടെയാണുള്ളത്? റിമൈനിങ് ആയിട്ടുള്ള 16 mm ബാർസ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ മെയിൻ ബാർസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹീലിലെയും ടോയിലെയും മെയിൻ ബാർസ്. അതിന്റെ ലെങ്ത്, അതിന്റെ നമ്പേഴ്സും ലെങ്ത്തും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ എഴുതുക. അതുപോലെ തന്നെ ഡി ആണ് അല്ലെ, ഡി. അതായത് ഡി എന്താണ്? 16 mm ഡയാ ബാർസ്, അതിന്റെ എസ്റ്റിമേഷൻ ആണ്. അപ്പൊ അത് രണ്ട് സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത്. എവിടെയൊക്കെയാണ്? ഫസ്റ്റ് എവിടെ നോക്കാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് 16 mm ഡയാ ബാർസ്, അത് മെയിൻ ബാർസ് ആയിട്ടാണ്. ടോയിലും ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ടോയിൽ കൊടുത്തിരിക്കുന്ന മെയിൻ ബാർ താഴെ കാണാം നമുക്ക്. ടോയിൽ കൊടുത്തിരിക്കുന്ന മെയിൻ ബാർ 16 mm, അതായത് ഈ ലെങ്ത്തിലുള്ളത്. ഈ ലെങ്ത്തിലുള്ള ബാർസ് ആണ് മെയിൻ ബാർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പോകുന്ന ബാറുകൾ 16 mm ഡയാ ബാർസ്. എത്രയാണ് സ്പേസിങ്? 15 cm ഡിസ്റ്റൻസ്. അപ്പൊ അതായിരിക്കും എഴുതാന്ന് വെച്ചാൽ 16 mm ഡയാ ബാർസ്, 16 mm ഡയാ ബാർസ് മെയിൻ ബാർസ് ആണ്. at bottom, at top bottom ആയിരിക്കും. top bottom സ്പേസിങ് എത്ര? at 15 cm സെന്റർ ടു സെന്റർ. അതാണ് നമ്മുടെ സ്പേസിങ്. അപ്പൊ ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്പറും ലെങ്ത്തും ആണ്. എത്ര നമ്പേഴ്സിന്റെ എത്ര ലെങ്ത് ഉണ്ട്. നമ്പേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ ബാറ് പോകുന്ന എങ്ങനെയാണ്? ഇത് ഒരു ക്രോസ് സെക്ഷൻ ആണ്. ഇതിനകത്ത് ഒരു നമ്പർ ഉണ്ട്. അത് 30 മീറ്റർ ലെങ്ത്തിൽ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കണത്. 30 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ വരച്ച് കാണിച്ച പോലെ തന്നെ ഈ ഒരു ബാറാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. അതുപോലെ 1, 2, 3 അങ്ങനെ ലെങ്ത് വൈസ് എത്ര ബാർ ഉണ്ടെന്ന് നോക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 30 മീറ്ററിനകത്ത് നമ്മൾ റിഡക്ഷൻസ് വരുത്താം. നമ്പേഴ്സ് എന്ത് കിട്ടും? 30 മീറ്റർ മൈനസ് രണ്ട് സൈഡിലെയും കവർ 50 mm ആണ് കവർ, രണ്ട് സൈഡിലെയും കവർ, ഡിവൈഡ് ബൈ സ്പേസിങ്, സെന്റർ ടു സെന്റർ സ്പേസിങ്, അതായത് 15 cm. അപ്പൊ 0.15 പ്ലസ് 1. അപ്പൊ നമുക്ക് നമ്പേഴ്സ് കിട്ടി അല്ലെ? ഈ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞ എന്താ വാല്യൂ വരുന്നതെന്ന്? 30 minus 2 into 0.05 divided by 0.15 plus 1. എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കിയേ. വാല്യൂ കിട്ടിയ ആരെങ്കിലും പറ, കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര വാല്യൂ കിട്ടിയാന്ന് ആരെങ്കിലും വാല്യൂസ് പറ. വാല്യൂ പറയാൻ ആരില്ലേ? സർ ഒരു മിനിറ്റ് ചെയ്യുന്ന. സർ 200.33 ആണ്. അതെന്താ നമ്മൾ എഴുതുക? 201 എഴുതുക. അപ്പൊ അത് തൊട്ട് മുന്നിലെ ഹയസ്റ്റ് ആയിട്ടുള്ള ഇന്റിജറിലേക്ക് മാറ്റുക. അപ്പൊ 201 എന്ന് എഴുതുക. ഓക്കെ, നമ്പേഴ്സ് നമുക്ക് 201 എന്ന് കിട്ടി. ഈ ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിഗറിന്റെ സഹായം വേണം. ഫിഗർ എടുക്കുക. ഫിഗറിൽ പറയും നമ്മൾ ഈ ബാറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ലെങ്ത് എങ്ങനെ കിട്ടും നോക്കിയേ. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് 75 mm ഉണ്ട്. ഈ 75 mm മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള 60 cm നമുക്ക് ഈ 3 മീറ്റർ എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി. ഇത് 60 cm. പിന്നെ പുറത്തേക്ക് ഒരു 30 cm കൂടി നിൽക്കുന്നുണ്ട്. അവരത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അതായത് എങ്ങനെയാണ് 30 പ്ലസ് 75 പ്ലസ് നടുവിൽ 60. അതിനകത്ത് എന്ത് കുറയ്ക്കണം? ഈ സൈഡിലെ കവർ മാത്രം കുറയ്ക്കുക. പിന്നെ രണ്ട് സൈഡിലെയും ഹുക്കും ആഡ് ചെയ്യുക. ഓവർലാപ്പ് ഒന്നുമില്ല, കാരണം ചെറിയൊരു ഇതല്ലേ. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ അത് എഴുതിക്കോ. ലെങ്ത് ഈക്വൽ ടു, എങ്ങനെ മനസ്സിലായല്ലോ അല്ലെ? ലെങ്ത് ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ 75 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 75 പ്ലസ് ഇവിടെ 60 ഉണ്ട്, ഇവിടെ ഒരു 30 ഉണ്ട്. അപ്പം 75 പ്ലസ് 60 പ്ലസ് 30
മൈനസ് ഇവിടത്തെ ഒരു കവർ 50 mm കവർ, പിന്നെ 2 ഹുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത്. ലെങ്ത് എന്ന് പറയുമ്പോഴേക്കോ 0.75 പ്ലസ് 0.6 പ്ലസ് 0.3 പിന്നെ 2 ഹുക്ക് ഉണ്ട്. അത് 2 × 9 × 16 mm ഉണ്ടായ ബാറാണ്. അതിനകത്ത് ഒരു കവറും കൂടി ഒഴിവാക്കണം അല്ലെ. ഇതല്ലേ ലെങ്ത് വരുന്നു. ആർക്കും ഡൗട്ട് ഉണ്ടോ എങ്ങനെ ലെങ്ത് എടുത്തെന്നുള്ള കാര്യത്തിൽ? ലെങ്ത് എടുത്തതിന്റെ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എങ്ങനെ ലെങ്ത് എടുത്തേന്ന്? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ലെങ്ത് കിട്ടുന്നത് 0.75 പ്ലസ് 0.6 പ്ലസ് 0.3 പ്ലസ് 2 × 9 × 0.016 മൈനസ് 0.05. ലെങ്ത് എത്ര കിട്ടുന്നത്? 1.89 മീറ്റർ അല്ലേ. ലെങ്ത് 1.89 മീറ്റർ കിട്ടും. അപ്പോൾ എഴുതിക്കോ ലെങ്ത് 1.89 മീറ്റർ. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ടോട്ടൽ ലെങ്ത് 16 mm ഡയ ബാർ, ടോപ്പ് വട്ടത്തിൽ യൂസ് ചെയ്ത 16 mm ഡയ ബാറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 201 മൾട്ടിപ്ലൈഡ് ബൈ 1.89. 201 × 1.89. ഇത് 1.89 എത്ര വരും? 379 മീറ്റർ വരും. 379.9 മീറ്റർ വരും നമ്മളുടെ ലെങ്ത്. അതായത് നമ്മൾ ടോയിൽ യൂസ് ചെയ്ത 16 mm ഡയ ബാർസിന്റെ എല്ലാം കൂടി ലെങ്ത് ആഡ് ചെയ്യുമ്പോൾ 379.9 മീറ്റർ വരും. ഇനി അതേപോലെ വേറെ എവിടെയുള്ള വേറെയുള്ള 16 mm ബാർസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ 16 mm ബാർസ് പിന്നീട് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ഹീലിലെ ടോപ്പ് മെയിൻ ബാർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? 16 mm ബാർസ് അത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10 mm സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ലെങ്ത്തും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടാമത് 16 mm ബാർസ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കാം. 16 mm ഡയ ബാർസ് അത് മെയിൻ ബാർ ആണ്. എവിടെയാണ് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അതാ ഈ കാണുന്നതാണ് ഹീലിലെ ഈ ബാർ, മെയിൻ ബാർ അറ്റ് ഹീൽ ടോപ്പ്. സ്പേസിംഗ് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ് ആണ്. ഇതിനകത്ത് മാറ്റം എന്ന് പറഞ്ഞാൽ സ്പേസിങ്ങിന്റെ മാത്രമേ മാറ്റമുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ലെങ്ത് നോക്കുക. ഇവിടുത്തെ ലെങ്ത് എത്രയാ? 1.65, പിന്നെ ഒരു 60, പിന്നെ ഇവിടെ 25 ആണുള്ളത്. കാര്യം ഇത് 50 സെന്റിമീറ്റർ ആണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം ഉണ്ട്, അത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ആക്ച്വലി 50 സെന്റിമീറ്റർ ആണ്. അപ്പം ഇവിടുന്ന് 1.65 പ്ലസ് 0.6 പ്ലസ് 0.25 വരും അല്ലെ. അതിനകത്ത് എന്താ കുറയ്ക്കേണ്ടത്? ഒരു സൈഡിലുള്ള കവറും കുറയ്ക്കുക, 2 സൈഡിലുള്ള ഹുക്കിന്റെ ലെങ്ത് ആഡ് ചെയ്യുക അല്ലെ. വേറെ മാറ്റമൊന്നുമില്ലല്ലോ. അതാണ് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്പർ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? നമ്പർ കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം ഫോമുല തന്നെ. കാര്യം എന്താണ്? ഇത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? 30 മീറ്റർ ആണ്. ഈ കാണുന്നതാണ് ഇവിടെ. ഈ കാണുന്ന ഇങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഈ ബാർ. അപ്പൊ ഇതെന്ത് വരും? ഇങ്ങനെ വരും. 30 മീറ്റർ ഇങ്ങനെ വരും. ഇത് ഫുള്ള് 30 മീറ്റർ ആണല്ലോ. ഇങ്ങനെയാണ് ഈ ബാർ കൊടുത്തിരിക്കുന്നത്. ഹീലിന്റെ ടോപ്പിലായിട്ടാണ് ഈ ബാർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ പഴയതുപോലെ തന്നെ നമ്മൾ ടോയിന്റെ ബോട്ടത്തിൽ കണ്ടുപിടിച്ച പോലെ തന്നെ 30 മീറ്ററിനകത്ത് 2 സൈഡിലുള്ള എന്ത് കുറയ്ക്കുക? കവർ കുറയ്ക്കുക, ഡിവൈഡ് ബൈ ഇവിടുത്തെ സ്പേസിംഗ് 10 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ് ആണ്. 0.1 പ്ലസ് 1. നമ്പേഴ്സ് എത്ര കിട്ടും? കാൽക്കുലേറ്റ് പറഞ്ഞാൽ നമ്പേഴ്സ് എത്ര കിട്ടും? 30 മൈനസ് 2 × 0.05 ഡിവൈഡ് ബൈ 0.1 പ്ലസ് 1. എത്ര നമ്പേഴ്സ് കിട്ടുന്നത്? ആരെങ്കിലും പറയും? 300. ഓക്കെ, നമുക്ക് കറക്റ്റ് 300 കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 300 തന്നെ എടുക്കാം. 300 നമ്പേഴ്സ് കിട്ടും. അപ്പൊ ഇനി ലെങ്ത് നമ്മളുടെ പഴയതുപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഫിഗറിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാം ലെങ്ത്.
1.65, പിന്നെ ഇവിടെ ഒരു 0.6 വരും, പിന്നെ ഇവിടെ ഒരു 0.25 വരും. കാര്യം ഇത് മൊത്തം 75 ആണ്, അതിനകത്ത് 50 സെന്റിമീറ്റർ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ്. അപ്പൊ ഇത് എത്തിയിരിക്കുന്നത് 0.25 വരെയാണ്. പിന്നെ രണ്ട് സൈഡിലെ ഹുക്കിന്റെ ലെങ്ത് അതിനകത്ത് ഈ സൈഡിലുള്ള 50 mm കവറും കുറയ്ക്കുക. നമ്മളുടെ ഫിഗർ കാണിച്ചാൽ 1.65 പ്ലസ് 0.6 പ്ലസ് 0.25 പ്ലസ് രണ്ട് സൈഡിലെ ഹുക്ക് മൈനസ് ഇവിടുത്തെ കവർ. ഇങ്ങനെയാണ് നമുക്ക് ലെങ്ത് എടുക്കേണ്ടത്. ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താ വരിക? 1.65 പ്ലസ് 0.6 പ്ലസ് 0.25 പിന്നെ രണ്ട് സൈഡിലെ ഹുക്ക് 9 ഇൻറ്റു നമ്മൾ 16 mm ഉണ്ടായ ബാറാണ്. ഞാൻ പിന്നെയും പറയണ്ടല്ലോ അല്ലെ, എങ്ങനെയാ ഹുക്കിന്റെ ലെങ്ത് എടുക്കുന്നത്? 9 ടൈംസ് ഡയമീറ്റർ ആണ് നമ്മുടെ ഹുക്കിന്റെ ലെങ്ത്, അത് ഓർമ്മ വെച്ചാൽ മതി. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യുക? ഒരു സൈഡിലെ കവറും കുറയ്ക്കുക. ഇങ്ങനെയല്ലേ ലെങ്ത് എടുക്കുന്നത്. ലെങ്ത് എടുക്കുന്നതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ലെങ്ത് എടുക്കുന്ന ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. കിട്ടിയ ലെങ്ത്? എനിക്ക് കിട്ടിയ ലെങ്ത് ഞാൻ പറയാം, അത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയ നോക്കേ. 1.65 പ്ലസ് 0.6 പ്ലസ് 0.25 പ്ലസ് 2 ഇൻറ്റു 9 ഇൻറ്റു 0.016 മൈനസ് 0.05. എനിക്ക് കിട്ടിയ ലെങ്ത് 2.74 മീറ്റർ ആണ്. എല്ലാവർക്കും സെയിം ലെങ്ത് തന്നെയാണ് കിട്ടിയത്. 2.74 മീറ്റർ ആണ് എനിക്ക് കിട്ടിയ ലെങ്ത്. ഈ ലെങ്ത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. അതെ, 2.738. ഓക്കെ, അപ്പോൾ 2.74 എടുത്താൽ മതി. നമുക്കപ്പോൾ എന്ത് ചെയ്യാം? 300 നമ്പേഴ്സ് ഓഫ് ബാർ ഉണ്ട് എവിടെ? ഇതേപോലെ 1 2 3 4 അങ്ങനെ പോയാൽ 300 നമ്പേഴ്സ് ഓഫ് ബാറുകളുണ്ട്. 300 നമ്പർ ബാർ ഉണ്ട്. ഓരോന്നിന്റെ ലെങ്ത് 2.74 ആണ്. 300 ഇൻറ്റു 2.74 ടോട്ടൽ ലെങ്ത് എന്ത് കിട്ടും? 822 മീറ്റർ കിട്ടും. അപ്പൊ രണ്ട് ബാറുകളാണ് 16 mm ഉണ്ടായ ബാറുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ടോയുടെ ബോട്ടത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറുകളുടെ ടോട്ടൽ ലെങ്ത് 379.9 മീറ്ററും ഹീലിന്റെ ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറുകളുടെ ടോട്ടൽ ലെങ്ത് 822 മീറ്ററാണ്. നമുക്ക് ടോട്ടൽ പഴയതുപോലെ ടോട്ടൽ ലെങ്ത് എഴുതാം. ടോട്ടൽ ലെങ്ത് ഓഫ് 16 mm ഡയ ബാർസ് എന്ത് കിട്ടും? 822 പ്ലസ് 379.9 എന്താ കിട്ടിയത്? 1202 മീറ്റർ കിട്ടും. ഓൾമോസ്റ്റ് 1202 മീറ്റർ ആണ് നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് 16 mm ഡയ ബാർസ് കിട്ടുന്നത് അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണം. യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് പെർ മീറ്റർ ഫോർ 16 mm ഡയ ബാർസ്. വെയിറ്റ് പെർ മീറ്റർ ആണ്. ഒരു മീറ്ററിലെ വെയിറ്റ് എത്രയാണ്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയാലോ അല്ലെ. നമുക്ക് ഒന്നല്ലെങ്കിൽ വാല്യൂ ഓർത്ത് വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പലപ്പോഴും ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ 20 mm ബാർസ് ആയിരിക്കും, അല്ലെങ്കിൽ 10 mm ബാർസ് ഉണ്ടാവും, 12 mm ബാർസ് ഉണ്ടാവും. അങ്ങനെ വെവ്വേറെ ഡയമീറ്ററുള്ള ബാറുകളൊക്കെ. ഇപ്പൊ ഓരോന്നിന്റെ യൂണിറ്റ് വരുന്നത് ഓർത്ത് വെക്കാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഏരിയ എടുക്കുക. 5/4 ഇൻറ്റു 16 mm ഡയ ബാറാണ് ഇൻറ്റു 1 മീറ്റർ ആണ് ലെങ്ത്. എൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബിൽ. അപ്പൊ നമുക്ക് മീറ്റർ ക്യൂബ് കിട്ടി, എത്ര വോളിയം കിട്ടി, അതിന്റെ ഇൻറ്റു 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മളുടെ സ്റ്റീലിന്റെ യൂണിറ്റ് വെയിറ്റ്. ഏത് ഗ്രേഡ് സ്റ്റീൽ ആണെങ്കിലും ശ്രദ്ധിക്കുക, ഏത് ഗ്രേഡ് സ്റ്റീൽ ആണെങ്കിലും നമ്മൾ യൂണിറ്റ് വെയിറ്റ് 7850 ആയിട്ടാണ് എടുക്കുക. അപ്പൊ FE 415 ആണെങ്കിലും FE 500 ആണെങ്കിലും ഈ യൂണിറ്റ് വെയിറ്റിന് മാറ്റാൻ പറ്റില്ല. അപ്പം എന്താന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 0.016 സ്ക്വയർ ഇൻറ്റു 7850 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 4. എത്ര യൂണിറ്റ് വെയിറ്റ് വരുന്നത്? 1 കിട്ടുന്ന വാല്യൂ 1.58 ആണ്. 1.58 കിലോഗ്രാം പെർ മീറ്റർ. വെയിറ്റ് പെർ മീറ്റർ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. സെയിം വാല്യൂ ആണ് എല്ലാവർക്കും കിട്ടിയത്. നോക്ക് എങ്ങനെയാണ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? അറിയാം, ആൻസർ പറയും. മനസ്സിലായി സർ. അപ്പൊ നമുക്ക് 1 മീറ്ററിലെ വെയിറ്റ് എത്ര കിട്ടിയത്? 16 mm ബാർസിന്റെ 1.58 കിലോഗ്രാം ആണ് 1 മീറ്ററിലെ വെയിറ്റ്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്താ വരിക നോക്കാം. ടോട്ടൽ വെയിറ്റ് ഈക്വൽ ടു 1202 ഇൻറ്റു 1.58. 1202 ഏകദേശം 1897
കിലോഗ്രാം ആണ്. അതായത് 100 കിലോഗ്രാം ആണ് ഒരു ക്വിൻ്റൽ. ക്വിൻ്റൽ 100 കിലോയാണ്. അപ്പം 1897 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര വരും? 18.97 ക്വിൻ്റൽ വരും അല്ലേ? 18.97 ക്വിൻ്റൽ ആണ് 16 mm ബാർസ്. ടോട്ടൽ വെയിറ്റ് ഓഫ് 16 mm ഡയ ബാർസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് ഓരോ ബാറിന്റെ വെയിറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ 16 mm ബാർസും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളുടെ ബാറുകളൊന്നും ലെഫ്റ്റ് അല്ല, എല്ലാ ബാർസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ്? 20 mm ഡയ മെയിൻ ബാർ, 14 mm ബാർ ഡിസ്ട്രിബ്യൂഷൻ ബാർ, 10 mm ഡിസ്ട്രിബ്യൂഷൻ ബാർ, പിന്നെ 16 mm ഡിസ്ട്രിബ്യൂഷൻ ബാർ. അപ്പോൾ എല്ലാ ഡയമീറ്ററുള്ള ബാറുകളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാത്തിനും ഒരു ഗ്രാൻഡ് ടോട്ടൽ എടുക്കാം. നെക്സ്റ്റ്, ഗ്രാൻഡ് ടോട്ടൽ ഓഫ് ഓൾ ബാർസ്. ഗ്രാൻഡ് ടോട്ടൽ വെയിറ്റ് ഓഫ് ഓൾ ബാർസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മളുടെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം എടുത്തു നോക്കുക. ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കിയോ. ഫസ്റ്റ് നമ്മൾ 20 mm ഡയ ബാറിന്റെ വെയിറ്റ് എത്ര കിട്ടിയത്? 20 mm ഡയ ബാറിന്റെ വെയിറ്റ് കിട്ടിയിരിക്കുന്നത് 43 ക്വിൻ്റൽ ആണ്. അതാണ് 20 mm ഡയ ബാറിന്റെ വെയിറ്റ് 43 ക്വിൻ്റൽ ആണ്. പിന്നെ നമ്മൾ ചെയ്തത് 14 mm ബാറുകളാണ്. 14 mm ബാറിന്റെ എത്രയാണ് നോക്കാം. 14 mm ബാറിന്റെ ടോട്ടൽ വെയിറ്റ് കിട്ടിയത് 18.5 ആണ്. അപ്പൊ ആദ്യത്തെ നമ്മളുടെ 43.41 ക്വിൻ്റൽ ആണ് നമ്മളുടെ 20 mm ബാർസിന്റെ 22 ഡയ ബാറിന്റെ അല്ലെ. പിന്നെ ഉള്ളത് 14 ഡയ ബാറിന്റെ 18.5 ക്വിൻ്റൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെടുത്ത് 10 mm ഡയ ബാറിന്റെ 10 mm ഡയ ബാറിന്റെ എത്ര കിട്ടിയത്? ടോട്ടൽ വെയിറ്റ് ഓർമ്മയുണ്ട് എത്ര കിട്ടും? 10 mm ഡയ ബാറിന്റെ കാൽക്കുലേറ്റ് ചെയ്തേ. 10 mm ഡയ ബാറിന്റെ ടോട്ടൽ വെയിറ്റ് കിട്ടിയത് 8.6 ക്വിൻ്റൽ ആണ്. 10 ഡയ ബാറിന്റെ 8.6 ക്വിൻ്റൽ. ലാസ്റ്റ് നമ്മൾ 16 mm ഡയ ബാറിന്റെ ആണ് അവസാനം കാൽക്കുലേറ്റ് ചെയ്തത്. 16 ഡയ ബാറിന്റെ കിട്ടിയത് 18.97 ക്വിൻ്റൽ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ടോട്ടൽ വെയിറ്റ് ഓഫ് ബാർ എന്തിനാ? 43.41 പ്ലസ് 18.5 പ്ലസ് 8.6 പ്ലസ് 18.97. ടോട്ടൽ നമുക്ക് എത്ര വെയിറ്റ് കിട്ടിയെന്ന് അറിയാം? 89.5 ക്വിൻ്റലിന്റെ അടുത്ത് വരും ടോട്ടൽ വെയിറ്റ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 89 ക്വിൻ്റൽ വരും നമ്മളൊരു 30 മീറ്റർ ഇതേ ഡിസൈനിൽ ഇതേ ഡയമെൻഷനിൽ നമ്മളൊരു റിട്ടേണിംഗ് പോലെ പണിയുമ്പോൾ ഇത്രയും ടോട്ടൽ വെയിറ്റ് ആണ് വരിക ബാറിന്. അപ്പം നോർമൽ നമ്മളുടെ സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് റേറ്റ് എത്രയാണെന്ന് അറിയാം? ആർക്കെങ്കിലും യൂസ് ചെയ്യുന്ന സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് വെയിറ്റ് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വെയിറ്റ് അല്ല, പ്രൈസ് എത്രയാന്ന് നോക്കിയേ. ആർക്കെങ്കിലും സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് റേറ്റ് എത്രയാണെന്ന് പറയാൻ കഴിയുമോ? നമ്മൾ നോർമലി പറയുന്നത് ഏകദേശം ഒരു 40,000 റുപ്പീസ് ഒക്കെയാണ് ഒരു മെട്രിക് ടണ്ണിന് ഉള്ള വെയിറ്റ്. അതായത് ഏകദേശം ഒരു കിലോയ്ക്ക് 40 രൂപേൻ്റെ അടുത്ത് വരും അല്ലെ. ഒരു കിലോയ്ക്ക് ഏകദേശം 40 രൂപേൻ്റെ അടുത്ത് വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, 89.5 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര കിലോ ആണ്? 8,000 കിലോ വരും. ഒരു കിലോയ്ക്ക് തന്നെ 40 രൂപേൻ്റെ അടുത്ത്. അതിന്റെ 40 രൂപ തോന്നുന്നു റേറ്റ്, എനിക്കറിയത്തില്ല. അപ്പോൾ അത് എത്രയും റേറ്റ് വരുന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ നമ്മളുടെ RCC വർക്കിന്റെ ഒരു പ്രധാന റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്തിന്റെ റേറ്റ് ആണ്? സ്റ്റീൽ റീൻഫോഴ്സ്മെന്റിന്റെ റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഒരു അബ്സ്ട്രാക്ട് ഉണ്ടാക്കണം. അബ്സ്ട്രാക്റ്റും കൂടി ഉണ്ടാക്കി നമ്മളുടെ ഈ പ്രോബ്ലം കഴിഞ്ഞു. അബ്സ്ട്രാക്ട് ഈ ശരിക്കും അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താണ് സെക്കൻഡ് മൊഡ്യൂളിലാണ് ശരിക്കും അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ. അബ്സ്ട്രാക്ട് ഓഫ് കോസ്റ്റ് എന്ന് പറയും. അബ്സ്ട്രാക്ട് ഓഫ് കോസ്റ്റ്
അതിനകത്ത് സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു ഭാഗമാണ്, അത് നമ്മൾ പലപ്പോഴും പറഞ്ഞു പോവാണ്. നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ നമുക്കൊരു ലാസ്റ്റ് അവസാനത്തേക്ക് 2-3 ക്ലാസ് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് മാത്രം ഇതേപോലെ അബ്സ്ട്രാക്ട് മാത്രം എടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്. പക്ഷെ അതിന് സമയം തികയുമെന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. കാരണം ഓൾറെഡി നമ്മൾ ലേറ്റ് റണ്ണിങ് ആണ്. ഈ സബ്ജക്റ്റ് എല്ലാ സെമ്മിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാര്യം ഒരുപാട് ഉണ്ട് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിപ്പിക്കാൻ. അപ്പം ഒരു മിനിറ്റ്, ക്യാമറ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അബ്സ്ട്രാക്ട് ഓഫ് കോസ്റ്റ് ആണ് ഇതിൽ. അപ്പൊ നമുക്ക് ഇവിടെ 2 മെറ്റീരിയൽ ഉള്ളു. എന്തൊക്കെയാണ് മെറ്റീരിയൽ? ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് RCC വർക്കാണ്. RCC വർക്ക് 1:2:4. മനസ്സിലായി? എത്ര നമുക്ക് RCC വർക്ക് ഇട്ടിരിക്കുന്നത്? ക്വാണ്ടിറ്റി. അപ്പൊ അബ്സ്ട്രാക്ട് വർക്ക് എഴുതുമ്പോൾ ആയതുകൊണ്ട് ക്വാണ്ടിറ്റി, പിന്നെ എത്ര യൂണിറ്റ് ഉണ്ടെന്ന് എഴുതുക, പിന്നെ ഉള്ളത് എത്ര യൂണിറ്റ് റേറ്റ് ആണെന്ന് എഴുതുക, റേറ്റ് എത്രയാണെന്ന് എഴുതുക ഒരു യൂണിറ്റിന്. പിന്നെ ഉള്ളത് എത്ര എന്താണ് എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്ന എഴുതുക. അപ്പൊ ക്വാണ്ടിറ്റി, എത്ര യൂണിറ്റ് ഉണ്ട് അതിന്റെ യൂണിറ്റ് എഴുതുക, എന്താണ് യൂണിറ്റ് എഴുതുക, അതിന്റെ റേറ്റ് എഴുതുക, എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എഴുതുക, പിന്നെ നമുക്ക് എമൗണ്ട് എഴുതുക. ഇത്രയാണ് നമ്മൾ അബ്സ്ട്രാക്ടിന്റെ ഹെഡിങ് ആയിട്ട് വരുന്നത്. നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ ചെയ്താണല്ലോ. അപ്പോൾ RCC വർക്ക് 1:2:4 എന്നുള്ള നമ്മളുടെ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്. സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റിന് മുന്നേ എത്രയാണ് ടോട്ടൽ വോളിയം കിട്ടിയെന്ന് നോക്കിയേ. 45 + 72 വരും അല്ലെ. അതായത് ബേസ് ലൈവിന് സെമിന് സെപ്പറേറ്റ് കണ്ടുപിടിച്ചത് 45 + 72. 45 + 72 എന്ന് പറയുമ്പോൾ 117 മീറ്റർ ക്യൂബ് ഓഫ് കോൺക്രീറ്റ് ആണ് വേണ്ടത്. 117 മീറ്റർ ക്യൂബ്. അതായിരിക്കും 117 ക്വാണ്ടിറ്റി. യൂണിറ്റ് മീറ്റർ ക്യൂബിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന്റെ റേറ്റ് പല റേറ്റുകൾ പറയുന്നുണ്ട്. റേറ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്തോ, നമുക്ക് റേറ്റ് RCC റേറ്റ് നമ്മളുടെ എവിടെ പറയാ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് എന്ന് പറഞ്ഞ ബുക്കിലാണുള്ളത്. അത് ഓരോ സ്ഥലത്തും ഓരോ മാറ്റാണുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു തന്നില്ലേ. അപ്പൊ റേറ്റ് നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ ഈ റേറ്റിൽ നിങ്ങൾ ഫോളോ ചെയ്യണ്ട കേട്ടോ. ഇത് പഠിച്ചിട്ട് പോരുത്. നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരുമായിരിക്കും. തൽക്കാലം 6765 റുപ്പീസ് എന്ന് എഴുതാം. റുപ്പീസ് റേറ്റ് ഒരു മീറ്റർ ക്യൂബിന് അത്രയും റേറ്റ് എന്ന് വിചാരിക്കാം. അതിനേക്കാളും കൂടുതൽ കോസ്റ്റ് ഉണ്ടാവാം, കുറവുണ്ടാവാം, എനിക്കറിയില്ല. ഞാൻ തൽക്കാലം ഒരു ജസ്റ്റ് വാല്യൂ എടുത്തേക്കാണ്. അപ്പൊ നോക്കിക്കോ മൊത്തം എത്ര വരും. 117 × 6765. മൊത്തം നമുക്ക് എമൗണ്ട് എത്ര വരിക? 7,91,505 റുപ്പീസ് വരിക. ഇത് എക്സ്പ്രസ് ചെയ്യുന്ന മീറ്റർ ക്യൂബ് തന്നെ. അപ്പൊ രണ്ടാമത്തത് ഇതിൽ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് കിൻഡലിലാണ് നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ കിൻഡലിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ നമ്മൾ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിച്ചങ്ങ് എഴുതാം എളുപ്പത്തിൽ. പക്ഷെ അതേസമയം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയാണ് 16 mm ബാറിന്റെ വെയിറ്റിംഗ് റേറ്റ് ഇത്രയാണ്, 22 mm ബാറിന്റെ വെയിറ്റ് ഇത്രയാണെന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ ഓരോന്നിന്റെ സെപ്പറേറ്റ് വെയിറ്റ്, അപ്പൊ അതേ റേറ്റ് പെർ യൂണിറ്റ് ലെങ്ത് അത് യൂസ് ചെയ്തിട്ട് അങ്ങ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപക്ഷെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്താണ് ടോട്ടൽ വെയിറ്റിൽ വെച്ചിട്ട് മാത്രം എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓരോ ബാറിന്റെ ഡയമീറ്റർ വെച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എഴുതിക്കോ സ്റ്റീൽ വർക്ക്, സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി കിട്ടിയത്? 89.5 എന്താണ് യൂണിറ്റ് കിൻഡലാണ്. എന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5,000 എഴുതിക്കോ. 5,000 റുപ്പീസ് പെർ കിൻഡൽ എഴുതിക്കോ. പെർ എന്താണ് കിൻഡൽ 5,000 പെർ കിൻഡൽ റേറ്റ്. യൂണിറ്റ് 89.5 കിൻഡൽ, റേറ്റ് 5,000 പെർ കിൻഡൽ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 89.5 × 5,000 4,47,500 എന്നാണ് കിട്ടുക. ഇതാണ് നമ്മുടെ സ്റ്റീൽ റീൻഫോഴ്സ്മെന്റിന്റെ വെയിറ്റ്. നമ്മൾ ടോട്ടൽ എഴുതാം. 7,91,505 പ്ലസ് 4,47,500. അപ്പൊ നമ്മളുടെ ടോട്ടൽ ക്വാണ്ടിറ്റി 12,39,500 എന്നാണ് വരിക. ഇത്രയാണ് നമ്മളുടെ ടോട്ടൽ ക്വാണ്ടിറ്റി. മെറ്റീരിയൽസ് മാത്രമാണ് കേട്ടോ. ഈ ലേബർ ഒക്കെ എക്സ്ട്രാ വരും. അത് ലേബർ ചോദിക്കുകയാണെങ്കിൽ തന്നെ അവർ പറയും ഇത്ര ലേബർ വേണം എന്നുള്ള കാര്യം നിങ്ങളുടെ ക്വസ്റ്റിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് മെറ്റീരിയൽസിന്റെ മാത്രം എസ്റ്റിമേറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്വാണ്ടിറ്റി മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഒരു
5% നമ്മൾ ആഡ് ചെയ്യണം. ആഡ് 5% ടു ടോട്ടൽ. എന്തെന്ന് വെച്ചാൽ രണ്ട് ചാർജ് ഉണ്ട്. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയും, പിന്നെ വേറൊന്ന് കണ്ടിജൻസി ചാർജ് എന്ന് പറയും. അതായത് നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും മെറ്റീരിയൽ കൂടുക, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതിന് വേണ്ടി 5% നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് ടോട്ടൽ എഴുതുക. ടോട്ടൽ എന്ന് എന്ത് വരും? 1.05 ഇൻറ്റു 12,39,005. എത്ര വരിക? 12,39,005 ഇൻറ്റു 1.05. 5% ആഡ് ചെയ്യും. ഏകദേശം ടോട്ടൽ 13,955 എന്ന് പറഞ്ഞ വരിക ടോട്ടൽ. റുപ്പീസാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് മെറ്റീരിയലിന്റെ മാത്രം. ഇനി ഇതിന്റെ കൂടെ ലേബർ ഒക്കെ ആഡ് ചെയ്യും. അത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതാണ് നമ്മളുടെ ടോട്ടൽ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ. എനിക്ക് നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ സ്പെഷ്യൽ ക്ലാസ് വെച്ചാൽ ഈ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തത് നേരത്തെ ഞാൻ പല വട്ടം പറഞ്ഞ പോലെ തന്നെ ചെയ്തതെന്ന് വെച്ചാൽ വെരി സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്തു? RCC വർക്കിന്റെ വോളിയം കണ്ടുപിടിച്ചു. പിന്നീട് നമ്മൾ സ്റ്റീൽ ബാർസിലേക്ക് പോയി. RCC വർക്കിന്റെ വോളിയം, പിന്നെ നമ്മൾ സ്റ്റീൽ ബാർസ് നോക്കി, അതിന് 22 mm ബാർസിന്റെ കണ്ടുപിടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? 14 mm ബാർസിനെ കണ്ടുപിടിച്ചു. 14 mm ബാർസിനെ നമ്മൾ കണ്ടുപിടിച്ചു, അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നേരെ നമ്മൾ 10 mm ബാർസിനെ കണ്ടുപിടിച്ചു, അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്തു. 10 mm ബാർസ് എന്റെ വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 16 mm ബാർസിന്റെ ചെയ്തു. അങ്ങനെ നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് ടോട്ടൽ വെയിറ്റ് ഓഫ് ഓൾ ബാർസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പെർ കിൻഡലിലെ റേറ്റ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ എല്ലാത്തിനെയും ടോട്ടൽ വെയിറ്റ് എടുത്താൽ മതി. പക്ഷെ അതേസമയം നമുക്ക് ഓരോ ഡയമീറ്റർ ഉള്ള ബാറിന്റെയും യൂണിറ്റ് ലെങ്ത്തിന്റെ റേറ്റ്, അതായത് ഒരു മീറ്ററിൽ ഇത്ര വെയിറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്യുക. ഇവിടെ നമുക്ക് എളുപ്പം ആയത് കാരണം എല്ലാത്തിനും കൂടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ വെയിറ്റ് നമ്മൾ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിച്ചു. പിന്നെ അബ്സ്ട്രാക്ട് ഓഫ് കോസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണ്? നമ്മൾ RCC വർക്ക് എടുത്തു, ഓരോന്നിന്റെ യൂണിറ്റ് റേറ്റ് എടുത്തു. സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് എടുത്തതിന്റെ യൂണിറ്റ് വെയിറ്റ് എടുത്തു. എല്ലാം കിൻഡലിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? RCC വർക്കിന്റെ സ്റ്റീലിന്റെയും കൂടെ റേറ്റ് ആഡ് ചെയ്ത് അതിന്റെ കൂടെ 5% നമ്മൾ പിന്നെ ആഡ് ചെയ്തു. എന്തിനാ 5% ആഡ് ചെയ്തത്? എന്തിനാ വെച്ചാൽ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കണ്ടിജൻസി. പിന്നെ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് എസ്റ്റിമേറ്റ് ഓഫ് ഓൾ മെറ്റീരിയൽ കോസ്റ്റ് അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ പ്രോബ്ലം ഉള്ളത്. അപ്പൊ പിന്നെ ഇത് പറഞ്ഞ് നമുക്ക് വൈൻഡ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഓർക്കുക, RCC വർക്കിന്റെയും സ്റ്റീലിന്റെ നിങ്ങളൊന്ന് എവിടെന്നെങ്കിലും റെഫർ ചെയ്ത് നോക്കുക. ഒരു 90% ചാൻസ് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാൻ സാധ്യതയുണ്ട് RCCന്റെയും സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിന്റെയും കോസ്റ്റ്. അല്ല എങ്കിൽ ഒരുപക്ഷെ അവർ തരാൻ പോകുന്നത് ഇതേപോലെ 1:2:4 അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അതേ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് ഒരുപക്ഷെ ചെയ്യേണ്ടി വരും. അത്രയും റിസ്കിന് അവർ നിൽക്കും തോന്നുന്നില്ല. ഒരുപക്ഷെ ഡയറക്റ്റ് തരുവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ നോക്കാം. ഇതല്ല എന്റെ റേറ്റ് എന്ന് മനസ്സിലാക്കുക. ഞാൻ എടുത്തിരിക്കുന്ന റേറ്റ് ആണ്, ഓൾമോസ്റ്റ് അറൗണ്ട് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, ഇത് കോൺക്രീറ്റ് റേറ്റ് ഒരിക്കലും ഇതായിരിക്കില്ല കേട്ടോ. കാരണം കോൺക്രീറ്റിന്റെ റേറ്റ് നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട്. ഇത് ആയിരിക്കില്ല റേറ്റ്. ഇതിന്റെ 10 times എങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്റ്റീലിന്റെ റേറ്റ് ഓൾമോസ്റ്റ് നിയർ ആയിരിക്കും. കാര്യം നോർമൽ നമ്മുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക് ടണ്ണിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മെട്രിക് ടണ്ണിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമുക്കത് കിൻഡലിൽ ആക്കാൻ പറ്റും. RCCന്റെ റേറ്റ് എത്രയാന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ റെഡിമിക്സ് കോൺക്രീറ്റിന്റെ ഒക്കെ റേറ്റ് ആണ് ഉണ്ടാവുക. റെഡിമിക്സ് കോൺക്രീറ്റ് നോക്കാം എത്ര റേറ്റ് ആണ്. എത്രയാണെന്ന് നിങ്ങളുടെ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കോൺക്രീറ്റിന്റെ റേറ്റ്. ഒന്ന് റെഫർ ചെയ്തോളൂ. ഈ റേറ്റ് ആണെന്ന് വിചാരിക്കരുത്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.
അപ്പം താങ്ക് യു. അപ്പം ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അത് ലിങ്ക് ഷെയർ ചെയ്യാം. അത് നിങ്ങൾ വരാത്തവർക്ക് അയച്ചു കൊടുക്കുക. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷേ നമ്മളുടെ തേർഡ് മൊഡ്യൂളിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് സാധാരണഗതി ചോദിക്കുന്ന ഒരു ബിൽഡിംഗ് പ്ലാൻ, പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും ഇതുപോലെ റിട്ടേണിംഗ് ഹോളോ ഒരു സെപ്റ്റിക് ടാങ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു വാർ വെന്നി ഷെഡ്യൂളൊക്കെ ആയിരിക്കും. നമുക്കിപ്പോൾ ടോട്ടൽ ഒരു 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും 2 സ്കിപ്പ് ചെയ്താൽ തന്നെ റിസ്ക് ആവും. അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുന്നത്. അത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക് യു.